ഇപ്പോൾ ഉള്ള കുറച്ച് പേരുടെ മൈൻഡ് പറയാം. എല്ലാവർക്കും പെട്ടെന്ന് സക്സസ്ഫുൾ ആകണം, പെട്ടെന്ന് ബിസിനസ്, ഇന്നിപ്പോൾ ഒരു ബിസിനസ് ഇട്ട് നാളെ അതിന് പ്രോഫിറ്റ് കിട്ടണം, പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. ഇപ്പോൾ ഉള്ളവരുടെ മിക്ക ആൾക്കാരും ചിന്ത ഇതാ. ഞാൻ ഒരു കാര്യം പറയാം. ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. അതിൻ്റേതായ ഒരു പ്രൈസ് ടാഗ് ഉണ്ട്. അത് പേ ചെയ്താൽ മാത്രം നമുക്ക് ആ കാര്യം അച്ചീവ് ചെയ്തെടുക്കാനും അത് കിട്ടത്തുള്ളൂ. നമ്മളിപ്പോൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങുക, അത് നമ്മൾ അതിൻ്റേതായ പ്രൈസ് ഉണ്ടാവും. ആ പ്രൈസ് കിട്ടിക്കഴിയുമ്പോഴല്ലേ നമുക്ക് ആ സാധനം തരത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ ഒരു ഡ്രീം അച്ചീവ് ചെയ്യണമെങ്കിലും, നമ്മൾ ഒരു ബിസിനസ് ഇട്ട് അത് സക്സസ്സിലേക്ക് എത്തിക്കണമെങ്കിലും അതിനൊരു പ്രൈസ് ടാഗ് ഉണ്ടാവും. ആ പ്രൈസ് ടാഗിനെ വിളിക്കുന്നതാണ് ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, കൺസിസ്റ്റൻസി. ഇതൊക്കെ നമ്മൾ പേ ചെയ്താലേ നമുക്കത് കിട്ടത്തുള്ളൂ. അതും പെട്ടെന്ന് നമുക്ക് കിട്ടത്തില്ല. നമുക്ക് ഒരു ടൈം മാനേജ്മെൻ്റ് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം, ക്രിസ്ത്യാനോ റൊണാൾഡോ തുടങ്ങിയൊരു ടൈമുണ്ട്, ഇപ്പോൾ എത്തി നിൽക്കുന്നൊരു ടൈമുണ്ട്. ആ ഒരു ടൈം പീരീഡ് ഉണ്ട്. നമുക്ക് ഒരു പെർട്ടിക്കുലർ ടൈം, ഒരു സമയം, നമുക്ക് എല്ലാവർക്കും ഒരു സമയമുണ്ട്. പക്ഷേ ആ സമയത്ത് എത്തിച്ചേരണമെങ്കിൽ ആ ഒരു ഗുഡ് ടൈം ആയിരിക്കും അത്. ആ ഒരു ഗുഡ് ടൈമിൽ നമുക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ആ ഒരു ഹാർഡ് വർക്ക് ഭയങ്കര കഠിനമായിരിക്കും, ഭയങ്കര കട്ടിയുള്ളൊരു ലൈഫായിരിക്കും മുന്നോട്ട്. ഈസി ആയിട്ടുള്ള ലൈഫ് എന്ന് പറയുമ്പോൾ കംഫോർട്ട് സോണിൽ ഉള്ളിൽ നിൽക്കുന്നവർക്കാണ് ഈസി ആയിട്ടുള്ള ലൈഫ്. ഹാർഡായിട്ടുള്ള ലൈഫ് അത് ആ കംഫോർട്ട് സോണിൽ പുറത്തുള്ളവർക്കായിരിക്കും. ദെൻ നിങ്ങൾ കംഫോർട്ട് സോണിൽ ഉള്ളിൽ നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങി ആ ഹാർഡ് ലൈഫ് ആസ്വദിക്കാൻ ശ്രമിക്കുക. ദെൻ ആ ഒരു ലൈഫ് നിങ്ങൾ ആസ്വദിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് വലിയ കഷ്ടപ്പാടൊന്നുമില്ലാതെ ആ കഷ്ടപ്പാട് നിങ്ങൾക്ക് കഷ്ടപ്പാടായിട്ട് തോന്നത്തില്ല. നിങ്ങൾക്ക് കഷ്ടപ്പാടായിട്ട് തോന്നത്തില്ല. ആ ഒരു പ്ലഷറായിരിക്കും അത്. നിങ്ങൾക്ക് ആ കഷ്ടപ്പെടുമ്പോൾ കിട്ടുന്ന ഒരു പ്ലഷർ ഉണ്ടാവും. ആ ഒരു പ്ലഷറാണ് നിങ്ങളുടെ ഡ്രീമിലേക്ക് എത്തിക്കാനുള്ളൊരു ഇന്ധനം. ദെൻ ടു ബിക്കം യു സക്സസ്ഫുൾ ഇൻ യുവർ ലൈഫ്. ഓക്കെ.